പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എഡിറ്റേഴ്സ് ടേക്ക് മീഡിയ വണ്ണിനെ സംബന്ധിച്ച് ഒരു സുപ്രധാന തീരുമാനം അറിയിക്കാൻ വേണ്ടി കൂടി ഉള്ളതാണ്. അതെന്താണെന്ന് പറയാം. അതിനു മുൻപ് ഇന്ത്യയിലെയും കേരളത്തിലെയും ന്യൂസ് ചാനലുകളുടെ പ്രേക്ഷക കണക്കെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ വസ്തുതകളെ അടിസ്ഥാനമാക്കി നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതായത് ചാനലുകളുടെ ജനപ്രിയതയുടെ അടിസ്ഥാനമായി രാജ്യത്തെ പരസ്യദാതാക്കൾ ആശ്രയിക്കുന്ന റേറ്റിംഗ് സംവിധാനം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ആധികാരികതയും വിശ്വാസ്യതയും സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണ്. എഡിറ്റേഴ്സ് ടേക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വലിയൊരു വിഭാഗം പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ബാർക്ക് എന്നൊരു ഏജൻസിയാണ് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് തീരുമാനിക്കുന്നത് എന്ന്. എന്നാൽ അതിന്റെ ഉള്ളുകള്ളികൾ പ്രേക്ഷകർക്ക് അറിയുകയുമില്ല. ബാർക്കിന്റെ റേറ്റിംഗ് ചാർട്ട് മുമ്പൊക്കെ ചാനലുകളുടെ മുതിർന്ന എഡിറ്റോറിയൽ മാനേജ്മെന്റ് തലങ്ങളിൽ മാത്രമാണ് കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. സമൂഹ മാധ്യമങ്ങളിൽ ചാനൽ പ്രവർത്തകർ അവരവരുടെ ചാനലുകളുടെ മേന്മ അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടുന്നതിനുള്ള പട്ടികയായി അത് മാറി. ആർക്കും എപ്പോഴും ലഭ്യമാകുന്ന ഒന്ന്. അത് കാണുന്ന സാധാരണ പ്രേക്ഷകർ ഒന്നുകിൽ അത് അതേപടി വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളിക്കളയുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ചാനലുകൾ തമ്മിൽ അതിശക്തമായ മത്സരം വളർന്നു വന്നതോടെയാണ് റേറ്റിംഗ് ചാർട്ടുകൾ നാട്ടിൽ പാട്ടായത്. യഥാർത്ഥത്തിൽ ബാർക്ക് റേറ്റിംഗിന്റെ ഉപയോഗം എന്താണ്? ചാനലുകൾക്ക് പരസ്യം നൽകുന്ന കമ്പനികൾക്ക് ഓരോ ചാനലിന്റെയും പ്രേക്ഷക ബലത്തെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ഈ റേറ്റിംഗ് എന്നാണ് സങ്കല്പം. രാജ്യത്ത് വമ്പൻ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ തൊട്ട് ചെറുകിട കച്ചവടക്കാർ വരെ ടിവിയിൽ പരസ്യം നൽകുന്നുണ്ട്. ഏതാണ്ട് 42,000 കോടി രൂപയുടെ വാർഷിക അഡ്വർടൈസ്മെന്റ് ബിസിനസ് ടിവി വഴി നടന്നുവെന്നാണ് 2025 ഇതുവരെയുള്ള കണക്ക്. 2025 ആകെ പരസ്യ കച്ചവടമായ 1,37,000 കോടി രൂപയുടെ ഏകദേശം 34% വരും ഇത്. ഇതിൽ കേരളത്തിന്റെ പങ്ക് 4,500-5,000 കോടിയാണ്. ഇത്രയും തുകയുടെ വിതരണവും വിനിമയവും ഒട്ടുമിക്കവാറും ബാർക്ക് റേറ്റിംഗിനെ ആശ്രയിച്ചാണ്. ചെറിയൊരു പങ്ക് മാത്രമേ മറ്റു മാർഗങ്ങളിലൂടെ വരുന്നുള്ളൂ. ഇതാണ് ബാർക്ക് കേരളത്തിലെ പ്രോഗ്രാം ചാനലുകളുടെയും ന്യൂസ് ചാനലുകളുടെയും നിലനിൽപ്പിനെയും വളർച്ചയെയും ബാധിക്കുന്ന ഘടകമായി മാറാൻ കാരണം. പരസ്യ വരുമാനമാണ് ചാനലുകളുടെ ജീവശ്വാസം. ഓരോ അരമണിക്കൂറിനും ബാർക്ക് റേറ്റിംഗ് ടാർഗറ്റ് വെച്ച് വാർത്താ ചാനലുകൾ പോലും പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ബാർക്ക്, എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ പൊതു താല്പര്യം വരികയാണ്. ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലാണ് ബാർക്ക്. 2010 ജൂലൈ 9 ബാർക്ക് നിലവിൽ വന്നത്. അതിനു മുൻപ് ടാം അഥവാ ടെലിവിഷൻ ഓഡിയൻസ് മെഷർമെന്റ് എന്നൊരു സ്വകാര്യ ഏജൻസിയാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ബാർക്ക് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ IBDF, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് ISA, അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷൻ ഓഫ് ഇന്ത്യ AAAI എന്നിവയുടെ സംയുക്ത പ്ലാറ്റ്ഫോമാണ്. ഇൻഡസ്ട്രിയിലെ തൽപര കക്ഷികൾക്കെല്ലാം ഇതിന്റെ ഭരണത്തിൽ പങ്കാളിത്തമുണ്ട്. ടാമിനെ കുറിച്ച് ഉയർന്നു വന്ന പലതരത്തിലുള്ള പരാതികൾക്കും പരിഹാരം എന്ന നിലയിലാണ് ബാർക്കിന്റെ ഉദ്ഭവം. അവരുടെ വെബ്സൈറ്റിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് സുതാര്യം, കൃത്യം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് എന്നാണ്. സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ ആധുനിക റിസർച്ച് സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ബാർക്ക് എന്നും അവകാശവാദം ഉയർത്തുന്നുണ്ട്. എന്നാൽ ആരംഭിച്ച് കേവലം 10 വർഷം പിന്നിട്ടപ്പോഴേക്ക്, അതായത് 2020 ഒക്ടോബറിൽ ഈ വാദം അടിമുടി പൊളിഞ്ഞു. മുംബൈ പോലീസിന് ലഭിച്ച ചില പരാതികളുടെ പശ്ചാത്തലത്തിൽ നടന്ന അന്വേഷണത്തിൽ റേറ്റിംഗിൽ നടക്കുന്ന ക്രമക്കേടുകളും ദുസ്വാധീനവും വെളിച്ചത്തു വന്നു. ദേശീയ തലത്തിൽ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗിൽ അഭൂതപൂർവമായ കുതിച്ചുകയറ്റം നടത്തിയ റിപ്പബ്ലിക് ടിവിയും എഡിറ്റർ അർണബ് ഗോസ്വാമിയുമായിരുന്നു മുഖ്യപ്രതികൾ. അവർ ചില വീടുകളിൽ പണം വിതരണം ചെയ്ത് കൃത്രിമമായി റേറ്റിംഗ് സൃഷ്ടിച്ചെടുക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കേസിൽ അർണബ് ഗോസ്വാമിയുടെയും ജനറൽ മാനേജറുടെയും അറസ്റ്റും തുടർ നടപടികളും സൃഷ്ടിച്ച വമ്പിച്ച കോലാഹലങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. പക്ഷേ തെളിവുകളുടെ അഭാവം മൂലം 2024 ഈ കേസിൽ കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിടുകയാണ് ഉണ്ടായത്. പക്ഷേ ബാർക്കിന്റെ ശാസ്ത്രീയതയും വിശ്വാസ്യതയും പാടെ തകർന്നു. ചില ആന്തരിക നടപടികൾ കൈക്കൊള്ളാൻ അവർ നിർബന്ധിതരായി. 2020 ഒക്ടോബറോടെ റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തി. ആഭ്യന്തര അന്വേഷണം നടന്നു.
പഴയ ഡാറ്റകളുടെ പരിശോധനയിൽ മുൻ സിഇഒ പാർത്ഥോ ദാസ് ഗുപ്ത നേതൃത്വം കൊടുത്ത് നടന്ന ക്രമക്കേടുകൾ വെളിപ്പെട്ടു. ഇദ്ദേഹം അറസ്റ്റിലായി. സാങ്കേതികമായും ഓപ്പറേഷനിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തി 17 മാസങ്ങൾക്ക് ശേഷം 2022 മാർച്ച് 17 പിന്നീട് ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നത്. എന്നാൽ ഇതിന് തൊട്ടു മുൻപ് ദേശീയ ചാനലുകളെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാര്യം സംഭവിച്ചു. 2022 മാർച്ച് ആദ്യവാരത്തിൽ NDTV ബാർക്ക് വിടുകയാണെന്ന് പ്രഖ്യാപിച്ചു. മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുറത്തുവിടാൻ പോകുന്ന ഡാറ്റയിലും തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് സംശയലേശമന്യേ NDTV പ്രഖ്യാപിച്ചത് ബാർക്കിന് അടുത്ത പ്രഹരമായി. പ്രണയ് റോയ്, രാധിക റോയ് ദമ്പതികൾ ചാനൽ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ദേശീയ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിലും പ്രയാസപ്പെടുന്ന കാലമായിരുന്നു. എന്നിട്ടും അതിധീരമായ ഈ തീരുമാനം അവർ എടുത്തത് യഥാർത്ഥ ജേർണലിസ്റ്റിക് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. ഇന്ത്യൻ സ്വകാര്യ ന്യൂസ് ടെലിവിഷൻ രംഗത്തെ പയനീറിംഗ് സ്ഥാപനം കൂടിയാണല്ലോ NDTV. എന്നാൽ കഷ്ടി 2 വർഷം മാത്രം ആയുസുണ്ടായിരുന്ന ഒരു തീരുമാനമായി അത് മാറുന്നതും നമുക്ക് കാണേണ്ടി വന്നു. 2022 ഓഗസ്റ്റിൽ NDTV അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും അവർ 2024 അവസാനത്തോടെ ബാർക്കിൽ തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ ബാർക്ക് വിടുന്നതിന് NDTV പറഞ്ഞ കാരണങ്ങൾ ബാർക്ക് ഏറ്റെടുക്കുകയോ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇനി പറയുന്നവയാണ്. 1. ബാർക്ക് റേറ്റിംഗ് നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന വളരെ ചെറിയ സാമ്പിളിംഗ് സൈസ്. ഇത്രയും വലിയ ടെലിവിഷൻ പ്രേക്ഷക സമൂഹത്തിന്റെ മനസ്സറിയാനുള്ള സാമ്പിൾ ബാർക്കിനില്ല. ഇപ്പോഴത്തേത് പ്രാതിനിധ്യ സ്വഭാവമുള്ളതല്ല, പെട്ടെന്ന് ക്രമക്കേടിന് സാധ്യതയുള്ളതാണ്. 2. സാമ്പിളിംഗിന് ഉപയോഗിക്കുന്ന പാനൽ അഥവാ മീറ്ററിന്റെ പ്രവർത്തനം പുറമേ നിന്ന് നിയന്ത്രിക്കാനും കൃത്രിമം കാണിക്കാനും കഴിയും വിധമാണ്. 3. ലാൻഡിംഗ് പേജുകൾ ഉപയോഗിച്ച് നടക്കുന്ന തട്ടിപ്പ്. ചില ചാനലുകൾ തങ്ങളുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻസികൾക്ക് കോടികൾ കൊടുത്ത് ലാൻഡിംഗ് പേജ് സ്വന്തമാക്കുന്നു. അതായത് TV ഓൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ചാനലാക്കി മാറ്റുന്നുവെന്നർത്ഥം. ആളുകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ചാനൽ വായിക്കാൻ ഇടവരുന്നു. ഇത് സ്വാഭാവികമായുള്ള റേറ്റിംഗ് അല്ല, കോടികൾ വാരി വിതറി നേടിയെടുക്കുന്ന റേറ്റിംഗ് ആണ്. ഈ 3 ഘടകങ്ങൾ, അതായത് NDTV ഉന്നയിച്ച 3 ഘടകങ്ങൾ കേരളത്തിലെ സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 1. സാമ്പിളിംഗ് സൈസ്. ബാർക്കിന്റെ പ്രവർത്തന മാനദണ്ഡം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളിലും നഗരങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട റെസ്റ്റോറന്റുകളിലുമാണ് ബാർക്കിന്റെ മീറ്ററുകൾ സ്ഥാപിക്കുക. എന്നാൽ രാജ്യത്താകെയോ കേരളത്തിലോ എത്ര വീടുകളിലും ഹോട്ടലുകളിലും ഇവ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ബാർക്ക് വ്യക്തമാക്കിയിട്ടില്ല. ചാനലുകളുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് കേരളത്തിൽ പരമാവധി 1500 മീറ്ററുകളാണ് ഉള്ളത് എന്നാണ്. എന്നാലോ TV ഉള്ള വീടുകളുടെ എണ്ണം 86 ലക്ഷമാണ്. അതായത് 1 മീറ്റർ 5375 വീടുകളെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, NDTV പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 1 മീറ്ററിൽ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചാൽ തന്നെ അത് റേറ്റിംഗ് ഡാറ്റയെ സ്വാധീനിക്കുന്നു. അതുമാത്രമല്ല, മീറ്ററുകൾ സ്ഥാപിക്കാൻ വീടുകൾ തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ തൃപ്തികരമല്ല. 2011 സെൻസസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം എസ്റ്റാബ്ലിഷിംഗ് സർവേയും പിന്നെ ലിസ്റ്റിംഗ് സ്റ്റഡിയും നടത്തിയാണ് വീടുകൾ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഗ്രാമം, പട്ടണം, കുടുംബ വരുമാനം, വീട്ടിലെ ജീവിത നിലവാരം, ലിംഗം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് വ്യത്യസ്ത ടാർഗറ്റ് ഓഡിയൻസിനെ നിശ്ചയിക്കുന്നു എന്നല്ലാതെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നില്ല. കേരളത്തിലേതുപോലെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾ അതീവ സാന്ദ്രമായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ചില വിഭാഗങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ ചോയ്സുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബാർക്കിന്റെ തിരഞ്ഞെടുപ്പിൽ ഇതിന് ഇടം കിട്ടുന്നില്ല. 2. സാമ്പിളിംഗിന് ഉപയോഗിക്കുന്ന മീറ്ററുകൾ അഥവാ പാനലുകളിൽ തട്ടിപ്പ് നടക്കുന്നു എന്നതാണ് 2ാമത്തെ NDTV കണ്ടത്. കേരളം പോലെ സാമൂഹിക ഇടപെടലുകളും രാഷ്ട്രീയ ബോധ്യങ്ങളും കരുത്തായി നിൽക്കുന്ന സമൂഹത്തിൽ ഒരു ഉപകരണം തന്റെ വീട്ടിലെ TVയിൽ സ്ഥാപിക്കാൻ അനുവദിക്കാൻ മടിക്കുന്നവരായിരിക്കും കൂടുതൽ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. സ്വകാര്യത സംരക്ഷിക്കുക എന്നത് മൗലികാവകാശമാണെന്ന് ബോധ്യമുള്ളവരാണ് ഏറെ. ഈ പ്രശ്നം മറികടക്കാൻ ബാർക്ക് എന്താണ് ചെയ്യുന്നുണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി. എല്ലാം സുതാര്യമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി. 3ാമത്തെ പ്രശ്നം ലാൻഡിംഗ് പേജുകൾ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഏതൊരാളുടെയും വീട്ടിൽ കേബിൾ കണക്ഷനാണ് ഉള്ളതെങ്കിൽ TV ഓൺ ചെയ്താൽ ഉടനെ വരുന്ന ചാനലിനെ ശ്രദ്ധിക്കുക. ഇനി റിമോട്ടിൽ വീണ്ടും ഒരു കീ പ്രസ് ചെയ്താൽ വരുന്ന ചാനലിനെ ശ്രദ്ധിക്കുക.
അതായത് ഒന്നാമത്തെ ലാൻഡിംഗ് പേജും രണ്ടാമത്തെ ലാൻഡിംഗ് പേജും. ഇതെല്ലാം ഇങ്ങനെ വരുന്നതിന് ചാനൽ ഉടമകൾ മുടക്കിയിരിക്കുന്നത് കോടികളാണ്. ഇപ്പോൾ സമ്പൂർണമായും ഡിജിറ്റലായി മാറിക്കഴിഞ്ഞ സാറ്റലൈറ്റ് സിഗ്നൽ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളുമായി ചാനൽ ഉടമകൾ ഉണ്ടാക്കുന്ന വ്യാവസായിക കരാറുകൾ റേറ്റിംഗ് യുദ്ധത്തിലെ വാളും പരിചയമായി മാറിക്കഴിഞ്ഞു. മീഡിയ വണ്ണിന്റെ അനുഭവം പറയാം. കേരളത്തിലെ ചാനലുകളുടെ ലൈവ് യൂട്യൂബ് കാഴ്ചക്കാരിലും നോൺ ലൈവ് യൂട്യൂബ് കാഴ്ചക്കാരിലും മൂന്നാമതോ നാലാമതോ ആണ് മീഡിയ വൺ. യൂട്യൂബിലൂടെ ലഭിക്കുന്നത് സാമ്പിൾ അല്ല, കൃത്യം കണക്കാണ്. അതുവഴി ഏറ്റവും ഒടുവിൽ വന്ന ഡാറ്റ അനുസരിച്ച് മീഡിയ വണ്ണിനുള്ളത് 36.25 മില്യൺ കാഴ്ചക്കാരാണ്. അതായത് 3,62,50,000 ആളുകൾ മീഡിയ വൺ ആ ആഴ്ചയിൽ എപ്പോഴെങ്കിലുമായി കണ്ടു. അതിന്റെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് എഡിറ്റോറിയലി കിട്ടാറുമുണ്ട്. മീഡിയ വൺ വാർത്ത പൊതുസമൂഹത്തിലും അധികാരവൃന്ദങ്ങളിലും എത്രയെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ പ്രേക്ഷകരോട് പ്രത്യേകം പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ബാർക്കിൽ മീഡിയ വൺ 10ാം സ്ഥാനത്തായി പോകുന്നുവെന്ന് ധാരാളം പേർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ആധുനിക ജീവിതത്തിന്റെ നിർണായക മേഖലയായ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ ഇത്ര ശക്തമായ സ്വാധീനമുറപ്പിച്ച ചാനൽ ബാർക്കിന്റെ കണക്കെടുപ്പിൽ എങ്ങും എത്താത്തതിന്റെ കാരണം നേരത്തെ ഇവിടെ വിവരിച്ച സംഗതികൾ തന്നെയാണെന്ന് പറയാതെ വയ്യ. 1-2 പ്രത്യക്ഷ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടും. കഴിഞ്ഞ ശവ്വാൽ മാസപ്പിറവി തത്സമയ സംപ്രേഷണം മീഡിയ വൺ യൂട്യൂബ് ചാനലിലൂടെ കണ്ടത് 95,710 പേരാണ്. അതായത് ആ സമയത്തെ ആകെ യൂട്യൂബ് വാർത്താ കാഴ്ചക്കാരുടെ 52.5%. 6,350% വർധന ആ സമയത്ത് മീഡിയ വണ്ണിന് കാഴ്ചക്കാരുടെ എണ്ണത്തിലുണ്ടായി. എന്നാൽ ബാർക്കിൽ ഇതിനോട് ഏതെങ്കിലും വിധത്തിൽ താരതമ്യപ്പെടുത്താവുന്ന മാറ്റം മീഡിയ വണ്ണിന് ഈ സമയത്തുണ്ടായില്ല. GRP 1.43, മാർക്കറ്റ് ഷെയർ 1.8%. യൂട്യൂബിലുണ്ടായ മാറ്റത്തിന് ആനുപാതികമായി ബാർക്കിന്റെ മാർക്കറ്റ് ഷെയറിൽ 9% മീഡിയ വണ്ണിന് കിട്ടേണ്ടതായിരുന്നു. ബാർക്ക് കൃത്യമായിരുന്നെങ്കിൽ കിട്ടേണ്ടതായിരുന്നു എന്നുകൂടി പറയാം. മറ്റൊരു ഉദാഹരണം, കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ദിനം 2023 മെയ് 13 പകൽ 11:53. മീഡിയ വൺ യൂട്യൂബ് കാഴ്ചക്കാരിൽ രണ്ടാമത്, 60,512 പ്രേക്ഷകർ. ആ സമയത്തെ പ്രേക്ഷക വർധനാ നിരക്ക് 3,900%. ഇത് ബാർക്കിൽ നോക്കിയാലോ? ആ ദിവസം മീഡിയ വണ്ണിന് ആകെ കൂടിയത് 0.07 GRP, ചാർട്ടിൽ ഏറ്റവും ഒടുവിൽ തന്നെ. സമീപകാലത്തെ മറ്റൊരു സുപ്രധാന ഉദാഹരണം കൂടി. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 9 വൈകിട്ട് ഖത്തറിന് നേർക്ക് ഇസ്രായേലിന്റെ അപ്രതീക്ഷിത ആക്രമണം. രാത്രി 8:45 യൂട്യൂബ് ചാർട്ടിൽ 20,000-നും 25,000-നും ഇടയിൽ പ്രേക്ഷകരുമായി മീഡിയ വൺ 1ാം സ്ഥാനത്ത്. പക്ഷേ ആ ദിവസത്തിന്റെ ബാർക്ക് റേറ്റിംഗിൽ ഇതേ സമയത്ത് മീഡിയ വൺ 0.35 GRPയുമായി 10ാം സ്ഥാനത്ത്. അതെ, ഡിജിറ്റലിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തായിരിക്കുമ്പോൾ ബാർക്കിൽ 10ാം സ്ഥാനത്തായിരിക്കുന്ന ഈ പരിപാടിയുടെ പേരാണ് വഞ്ചന, അഥവാ തട്ടിപ്പ്, അഥവാ അക്രമം, അഥവാ നെറികേട്. ഇങ്ങനെ പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പിനെ അതീവ രഹസ്യമായി നിഗൂഢമായി അട്ടിമറിക്കുന്ന പരിപാടിയാണ് ബാർക്ക്. ആ റേറ്റിംഗ് വെച്ചിട്ടാണ് കേരളത്തിൽ 4,000-5,000 കോടിയുടെ ബിസിനസ് നടക്കുന്നത്. ആരൊക്കെയാണ് കബളിപ്പിക്കപ്പെടുന്നത്? നിങ്ങൾ തീരുമാനിക്കുക. മീഡിയ വണ്ണിന് 11 വർഷം നീണ്ട അതിന്റെ പ്രവർത്തന ചരിത്രത്തിലൂടെ കൈവന്നിട്ടുള്ള അതിശക്തമായ പ്രേക്ഷക പിന്തുണയും വിശ്വാസ്യതയുമുണ്ട്. ബാർക്കിന്റെ ചാർട്ട് കാണിച്ചാൽ പൊട്ടിപ്പോകുന്നതല്ല ഈ ചാനലും അതിന്റെ പ്രേക്ഷകരും തമ്മിലുള്ള മാധ്യമ പ്രവർത്തനത്തിലെ നേരും നന്മയും മുൻനിർത്തിയുള്ള ഉടമ്പടി. ലോകത്തിന്റെ ഏത് കോണിലും മീഡിയ വണ്ണിന് പ്രേക്ഷകർ മനസ്സർപ്പിച്ചു തന്ന വിലാസമുണ്ട്. അതിനേക്കാൾ വിലമതിക്കുന്നതല്ല ഏത് ഏജൻസിയുടെയും റേറ്റിംഗ് ചാർട്ട്. ബാർക്കിന്റെ കണക്കെടുപ്പിലെ അപാകങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അതേ പ്ലാറ്റ്ഫോമിൽ നേരിട്ടും മെയിൽ വഴിയും മീഡിയ വൺ നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഗുണകരമായ മാറ്റം ഉണ്ടാകും വിധമുള്ള നടപടി ബാർക്കിൽ നിന്ന് ഉണ്ടായിട്ടില്ല.